ഹായ് ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ പറയാമെന്ന് വിചാരിക്കുന്നത് ഒരു കല്യാണക്കാരിയാണ്. കല്യാണക്കാരിയല്ല, എൻ്റെ കല്യാണം ഓൾറെഡി കഴിഞ്ഞതാ. പക്ഷേ കല്യാണത്തിലേക്കുള്ള ഒരു റീസൺ എന്താണെന്ന് അറിയണ്ടേ? ആ ഒരു ജേണി ഞാൻ പറയണില്ല, ജസ്റ്റ് റീസൺ മാത്രമേ പറയുന്നുള്ളൂ. അപ്പം ഈ റീസൺ എനിക്ക് പറയണമെങ്കിൽ എനിക്കൊരു സെലിബ്രിറ്റീനെ കൂടി പറയേണ്ട ആവശ്യമുണ്ട്. കാരണം ഞാൻ വിചാരിച്ചത് എൻ്റെ ലൈഫിൽ ഞാൻ കല്യാണത്തിനെടുത്ത റീസൺ അത് എൻ്റേത് മാത്രമായിരുന്നു എന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷേ പിന്നീടാണ് എനിക്ക് മനസ്സിലായത്, ഞാൻ ഒരാളുടെ വ്ലോഗ് ഫോളോ അപ്പ് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ ലൈഫിലെ റീസൺ പോലെ തന്നെ ആളുടെ ലൈഫിലും ആളും ഇങ്ങനൊരു റീസൺ കൊണ്ട് തന്നെയാണ് കല്യാണത്തിലേക്ക് മുതിർന്നത് എന്നുള്ളത്. ഐ മീൻ ഡിസിഷൻ എടുക്കാൻ ഉണ്ടായത് എന്നുള്ളത് സാഹചര്യം. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നത് നല്ലൊരു സെലിബ്രിറ്റി വ്ളോഗറായിട്ടുള്ള തനി മലയാളീനെ കൊണ്ടാട്ടോ. തനി മലയാളീൻ്റെ വ്ളോഗ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പല കാര്യങ്ങളും അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം മേ ബി എനിക്ക് ഇത്ര ഇഷ്ടമായിട്ടുണ്ടാവാം. കാരണം ആൾ പറയുന്ന ഓരോ കാര്യങ്ങളും എനിക്കത് ഭയങ്കരമായിട്ട് എന്നുവെച്ചാൽ എനിക്കത് അതിൻ്റെ ഡെപ്ത് അറിഞ്ഞതുകൊണ്ട് തന്നെ എനിക്കും അത് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കാര്യമാണ് കല്യാണത്തിന് തനിമലയാളം എടുത്ത റീസൺ. കാരണം റീസൺ ആൾ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളുടെ പോയിന്റ് ഓഫ് വ്യൂവും വീട്ടുകാരുടെ പോയിന്റ് ഓഫ് വ്യൂവും ഐ മീൻ ഒപ്പീനിയൻസും ചേരാണ്ട് വന്ന സമയത്താണ് ഒരുമിച്ച് കൂടി പോകാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ആൾ അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുന്നത്. എന്നാൽ പിന്നെ മാരേജ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം ആൾക്ക് കുറച്ച് കൺവിൻസിങ് ആയിട്ടുള്ള പാർട്ട്ണർ കിട്ടുകയാണെങ്കിൽ ആൾക്ക് ആളുടെ ഇഷ്ടത്തിന് ജീവിക്കാന്നുള്ളത്. അപ്പം ഇതേ സെയിം വിഷയമായിരുന്നു എനിക്കും ഉണ്ടായിരുന്നത്. കാരണം എൻ്റെ വീട്ടുകാർ പറയുന്നത് എനിക്കും ഞാൻ പറയുന്നത് എൻ്റെ വീട്ടുകാർക്കും മനസ്സിലാവാത്ത സാഹചര്യത്തിലാണ് ഞാനും വിചാരിക്കുന്നത് എന്നാൽ പിന്നെ കല്യാണം കഴിക്കാന്നുള്ളത്. അപ്പോൾ എനിക്ക് ഓൾറെഡി 26ാമത്തെ വയസ്സിലാണ് ഞാൻ കല്യാണം കഴിക്കുന്നത്. അപ്പോൾ കഴിക്കുന്ന സമയത്ത് അപ്പോൾ പോലും എൻ്റെ ഞാൻ അത്ര വയസ്സായെങ്കിൽ കൂടി എൻ്റെ പല ഫ്രീഡങ്ങളും ലിമിറ്റഡ് ആയിരുന്നു. എനിക്ക് ഒരു സ്ഥലത്ത് ഒറ്റയ്ക്ക് പോകാനുള്ള ഫ്രീഡം ഉണ്ടായിരുന്നില്ല. ഇൻ കേസ് നാട്ടിലേക്ക് ഞാൻ ബാംഗ്ലൂരിലിരുന്ന് വർക്ക് ചെയ്തത്. അപ്പം ഞാൻ നാട്ടിലേക്ക് വരുമ്പോൾ എൻ്റെ ഫ്രണ്ട്സിനെ കാണാൻ പോകാൻ വേണ്ടിയിട്ടോ ഇല്ലെങ്കിൽ എനിക്ക് ഒരു തരത്തിലും എങ്ങോട്ടേക്കും പോവാൻ റെസ്ട്രിക്റ്റഡ് ആയിരുന്നു. ലൈഫ് കുറേയൊക്കെ റെസ്ട്രിക്റ്റഡ് ആയിരുന്നു. കാരണം എനിക്ക് ഇപ്പോഴും സങ്കടമുള്ള ഒരു കാര്യം എന്താണെന്ന് പറയുമോ, എനിക്ക് നാട്ടിലേക്ക് ഇഷ്ടംപോലെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായ ഒരാളായിരുന്നു ഞാൻ. പക്ഷേങ്കിൽ എനിക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അതൊക്കെ പോയിട്ടുണ്ട്. എന്നുവെച്ചാൽ ഞാൻ പഠിച്ചത് ഞാൻ ബാംഗ്ലൂരായിരുന്നു. അപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അവരൊക്കെ സ്റ്റിൽ തന്നെ കോൺടാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് കാണുമ്പോഴാണല്ലോ അവർക്കും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുക. അവരെന്നെ വിളിക്കുമ്പോഴും ഒന്നും കോൺടാക്ട് ചെയ്യുമ്പോഴൊന്നും എനിക്ക് അവരെ പോയി കാണാനും ഒന്നിനും പറ്റണില്ല. അപ്പം എന്ത് ചെയ്തു, അങ്ങനെയൊക്കെ കൊണ്ട് എനിക്ക് കുറേ ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ നഷ്ടമായിട്ടുണ്ട് ആ ഒരു കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാത്തത് കൊണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് അപ്പം ആ ഒരു സ്റ്റിൽ റെസ്ട്രിക്ഷൻ എനിക്ക് 26 വയസ്സ് വരെ ഉണ്ടായിരുന്നു. എവിടെയും പോകാൻ പറ്റാത്തതും പിന്നെ എൻ്റെ സ്വന്തം മുടി മുറിക്കാൻ പറ്റാത്തതും ഡ്രസ്സ് ഇടാൻ പറ്റാത്തതും അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പം ഞാനതൊന്നും ആദ്യം ഞാൻ തെറ്റ് പറയണില്ല. ഇപ്പം എൻ്റെ ഫാമിലി ആണെങ്കിൽ കൂടി എൻ്റെ പാരൻസ് ആണെങ്കിൽ കൂടി അപ്പം അവരുടേതായ ജസ്റ്റിഫിക്കേഷൻ അവർക്ക് ഉണ്ടായിരുന്നിരിക്കാം. അതുകൊണ്ടായിരിക്കും അവരങ്ങനെ ചെയ്യുന്നത്. അപ്പം ഞാൻ അവരെ കംപ്ലീറ്റ് ആയിട്ട് തെറ്റ് പറയുന്നില്ല. പക്ഷേ സ്റ്റിൽ ഞാൻ പറയാണ് എൻ്റെ പല ഫ്രീഡങ്ങളും അങ്ങനെ ലിമിറ്റഡ് ആയിരുന്നു എന്നുള്ള ഞാൻ പറയാണ്. അപ്പോൾ ഞാനും ഇതുപോലെ തന്നെയാണ്. അങ്ങനെ ഒത്തുപോകാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ഞാനും തീരുമാനിക്കുന്നത് എന്നാൽ പിന്നെ ഒരു കല്യാണം കഴിച്ചേക്കാന്നുള്ളത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഭയങ്കര ചൂസി ആയിരിക്കുമല്ലോ. കാരണം ഇതൊക്കെ ഒത്തുപോകുന്ന ഒരാളെ മാത്രമല്ലേ നമുക്ക് കെട്ടാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ എന്തോ ലക്കിലി എനിക്ക് എൻ്റെ ആളെ കിട്ടിയത് വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാത്ത ആളായിരുന്നു. സ്റ്റിൽ എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് ആളെടുത്ത് ചോദിക്കുമ്പോൾ എന്തിനാ ഇപ്പം നീ എൻ്റെ അടുത്ത് ഇതൊക്കെ ചോദിക്കണത്, ഇതൊക്കെ നിൻ്റെ ഇഷ്ടമല്ലേ, നീയല്ലേ തീരുമാനിക്കേണ്ടത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ ഞാനിങ്ങനെ വണ്ടടിക്കും, ഓ ആണോ, ശരിക്കും ഞാനാണോ ഇതൊക്കെ തീരുമാനിക്കേണ്ടത്? എക്സാമ്പിൾ പറയാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ മുടീൻ്റെ കാര്യം എന്തോ ചോദിച്ച സമയത്ത് ഞാൻ പറഞ്ഞു, പണ്ട് എനിക്ക് അത്യാവശ്യം നല്ല നീളമുള്ള മുടി ഉണ്ടായിരുന്നു. ഇത് എൻ്റെ കുറച്ച് കേളി ഹെയർ ആട്ടോ. അപ്പോൾ അത്യാവശ്യം ലോങ് ഹെയർ ആയിരുന്നു. അപ്പോൾ ലോങ് ഹെയർ ആയ സമയത്ത് അപ്പോൾ എനിക്ക് ഇതൊന്ന് മുറിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ വീട്ടുകാരുടെ അടുത്തൊക്കെ ചോദിച്ച സമയത്ത് വീട്ടിൽ നിന്നും എനിക്കങ്ങനെ ഒരു ഇതുണ്ടായിരുന്നില്ല. കാരണം എനിക്ക് എന്തിനാ ചോദിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കോൺസിക്വൻസസ് ഞാൻ അനുഭവിക്കേണ്ടി വരും ഞാനത് ചോദിക്കാണ്ട് മുറിക്കുകയാണെങ്കിൽ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പം ഞാനിങ്ങനെ കല്യാണത്തിന് മുന്നേ ഞാൻ അടുത്ത് ചോദിച്ച സമയത്ത് ആൾ പറഞ്ഞു, എന്തിനാ ഇപ്പം നീ എൻ്റെ അടുത്ത് ചോദിക്കേണ്ട ആവശ്യം, ഇതൊക്കെ നീ തീരുമാനിക്കേണ്ടതല്ലേ, നീ എന്തിനാ ഇപ്പം എൻ്റെ അടുത്ത് ചോദിച്ച് എൻ്റെ ഡിസിഷൻ അറിഞ്ഞിട്ടുള്ളൂ നീ ചെയ്യണ്ടേന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ വണ്ടർഫുൾ, ഇത് തന്നെയായിരുന്നു എനിക്കും വേണ്ടിയിരുന്നത്. അപ്പം അങ്ങനെ നമ്മൾ തമ്മിൽ അധികം സമയത്തിൻ്റെ ഗ്യാപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ഐ മീൻ നമുക്ക് കല്യാണത്തിനോടുള്ള അധികം സമയമൊന്നും ഉണ്ടായിരുന്നില്ല. വേഗം തന്നെ കല്യാണവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു.
അപ്പോൾ എന്ത് ചെയ്തു, ഇപ്പം ഞാനത് ആലോചിക്കുമ്പോൾ ഓക്കെ, ഇപ്പം എനിക്ക് എല്ലാത്തിനുള്ള ഫ്രീഡം ഉണ്ട്. കാരണം എനിക്കിപ്പോൾ വീഡിയോ ചെയ്യാനാണെങ്കിൽ ആളാണ് സപ്പോർട്ട് ചെയ്യുന്നത്. വീഡിയോ ഒക്കെ നീ ചെയ്യേ, ഇനിയിപ്പോൾ എന്താ നീ ചെയ്തോ, വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടട്ടെ, കുഴപ്പമൊന്നുമില്ല, നിനക്കിപ്പോൾ എന്തെങ്കിലും നെഗറ്റീവ് ആയാലും എന്തുണ്ടെങ്കിലും ഞാനുണ്ട് നിൻ്റെ കൂടെ. ആ ഒരു വാക്ക് മതിയല്ലോ നമുക്ക്. അത് ശരിക്കും ഞാൻ വിചാരിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പം എന്നെപ്പോലെ അല്ലാത്ത ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ. കാരണം ബാച്ചലർ ലൈഫിൽ തന്നെ ഇഷ്ടംപോലെ അടിപൊളിയായിട്ടുള്ള ലൈഫൊക്കെ ലീഡ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. എൻ്റെ ഫ്രണ്ട്സ് തന്നെ ഉണ്ട്, ആർക്കും അങ്ങനെ റെസ്ട്രിക്ഷനും കാര്യങ്ങളൊന്നും ഇല്ലാത്തത്. പക്ഷെ എനിക്ക് കിട്ടിയത് കല്യാണം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഫ്രീഡങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടിയത്. സ്റ്റിൽ ഞാൻ എൻ്റെ അച്ഛനും അമ്മ ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര ക്ലോസ് ആയിട്ട് എനിക്ക് അവർക്കൊരു എന്തെങ്കിലും പറ്റിയെന്ന് പറഞ്ഞാൽ തന്നെ എൻ്റെ മനസ്സിൽ നിന്ന് അത്രത്തോളം ഇമോഷണലി ഞാൻ കണക്റ്റഡ് ആണ്. പക്ഷെ ഇമോഷണലി നമുക്ക് കണക്റ്റഡ് ആയിരിക്കാം, പക്ഷെ നമ്മുടെ പല ഫ്രീഡങ്ങളും നമുക്കിങ്ങനെ നമ്മളെ തന്നെ ലിമിറ്റ് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് ഒരു സമയത്ത് നമുക്ക് തോന്നും അയ്യോ ഇതിന്ന് വിട്ട് നമുക്ക് എങ്ങനെയെങ്കിലും ഔട്ട് ഓഫ് ബോക്സ് പുറത്ത് വരണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ തീരുമാനിച്ചാണ് തനിമലയാളീൻ്റെ ആ ഒരു റീസൺ തന്നെയായിരുന്നു എനിക്കും ഉണ്ടായിരുന്നത്. അതിന് ഫ്രീഡത്തിന് വേണ്ടിയിട്ടാണ് ശരിക്കും കല്യാണം കഴിച്ചതെന്ന് പറയാം, ചുരുക്കി പറയുകയാണെങ്കിൽ. അപ്പോൾ എനിക്ക് ആളുടെ വീഡിയോ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റി. എനിക്കും എന്താ പറയുക, ഒരു സന്തോഷമായി. ഓക്കെ, എന്നെ പോലെ തന്നെ വേറൊരാളും കൂടി എനിക്ക് അങ്ങനെ ഉണ്ടല്ലോ, അപ്പോൾ ഞാൻ മാത്രമല്ല എന്നുള്ള ഒരു എന്താ പറയുക, നമുക്കൊരു കൂട്ട് കിട്ടുമ്പോൾ നമുക്കൊരു ഇത് ഭയങ്കര ഇതാണല്ലോ അങ്ങനെ. അപ്പോൾ എന്നെപ്പോലെ ഇനിയിപ്പം ആരെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, ആരെങ്കിലും ഉണ്ടെങ്കിലൊക്കെ പറയട്ടോ. അപ്പോൾ ഇന്ന് എനിക്ക് എന്താ അറിയില്ല, പെട്ടെന്ന് ഞാനിങ്ങനെ ചിന്തിച്ചപ്പോൾ ഒരു റാൻഡം ടോപ്പിക് ആയിരുന്നു. അപ്പോൾ എനിക്കിത് ഇതിനെപ്പറ്റി പറയണമെന്ന് തോന്നി, അതുകൊണ്ടാട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോ, ഒരു കുഴപ്പമില്ല. അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.